നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ചോറ്റാനിക്രമേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ചതുർത്ഥോധ്യായ. വ്യാസ ഉവാച ദിബ്രുവാണം സംസ്തൂയ മുനിന ദീർഘസത്രിണാം വൃദ്ധകുലപതീസൂതം ബൃഹശ്ച ശൗനകോ ബ്രവിൽ. ശൗനക ഉവാച സൂതസൂത മഹാഭാഗ വദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവാൻ ശിവ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുന കുതഃ സംയോജിത കൃഷ്ണ കൃതവാൻ സംഹിതാമുനി. തസ്യ പുത്രോ മഹായോഗി സമദൃങ് നിർവികൽപക ഏകാന്തമതിരിന്നിദ്രോ ഗൂഢോ മൂഢ ഇവേദേ. ദൃഷ്ട്വാനുയാന്ത ഋഷിമാത്മജപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിതഥൂർണ സുതസ്യ ചിത്രം. യദ്വീക്ഷ്യ പൃച്ഛതി മുനോ ജഗതുസ്തവാസ്തി സ്ത്രീപുംവിധാനാദോ സുതസ്യ വിവിക്തദൃഷ്ടേ. കഥം ആലക്ഷ്യതപൗരേ സംപ്രാപ്ത ഗുരുജാംഗലൻ ഉന്മത്തമോഗജടവൽ വിചരൻ ഗജസ്വാഹയേ. കഥം ഭാ പാണ്ഡവേ യസ്യ രാജേഷേ മുനിന സഹ സംവാദസമഭൂത്താദാ യത്രേഷാ സാതുധീ ശ്രുതി. സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനം അവേക്ഷതേ മഹാഭാഗസ്തീർത്ഥി കുർവസ്തദാശ്രമം. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹിന. സസമ്രാട് കസ്യ വാഹേധോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാദിരാശ്രിയം. നമന്തി യത്പാദനികേതമാത്മനം ശിവായ ഹാനീയധനാനി ശത്രവ. കഥം സ വീരാശ്രിയമംഗദുസ്ത്യജാം വിവേശതോത്സൃഷ്ടമഹോമസഹാസുഭിः. ശിവായ ലോകസ്യ ഭവായ ബൂധേ യ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തിനാത്മാർത്ഥമസൗ പരാശ്രയം മമോജ നിർവിദ്യ കുതക്കളേബരം. തത്സർവം ന സമാചക്ഷ പൃഷ്ടോ യദിഹ കിംചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാത്. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതപരാശരാൽ യോഗി വാസവ്യാം കലയാഹരേ. സകദാചിത് സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്തദേശ ആസീന ഉദിതേരി വിമണ്ഡലേ. പരാവരത്നസഹൃഷി കാലേന വ്യക്തരം ഖസാ യുഗധർമ്മവിധികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തൽകൃതം അശ്രദ്ധദാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹൃസിതായുഷാ. ദുർഭഗാം ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യേദ ദദ്യോ ഹിതമമോഗതിർ. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യതഥാള്യറ്റ സന്തത്യൈ വേദമേകം ചതുർവിധം. ഋഗ് യജുസ്സാമ അഥർവാക്യ വേദശ്ചത്വാര ഉദ്ധൃതാ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. തത്ര ഋഗ്വേദതര പൈലസാമഗോ ജൈമിനി കവി വൈശമ്പായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുദ. അഥർവാംഗിരസമാസീത് അന്തർധാരുണോ മുനി ഇതിഹാസപുരാണാനാം പിതാമേ രോമകർഷണാം. ത ഏതകൃഷയോ വേദം സ്വം സ്വം വ്യാസന്നേ കഥാ ശിഷ്യേ പ്രശിഷ്യേ തശിഷ്യൈർവേദാസ്തേ ശാഖിനോ ഭവൻ. ത ഏവ വേദാ ദുർമേധൈർ ധാര്യന്തേ പുരുഷൈർയഥാ ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സര. സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീനാ ശ്രുതിഗോചര കർമ്മശ്രേയസീ മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ. ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. ഏവം പ്രവർത്തസ്യ സദാ ഭൂതാനാം ശ്രേയസീ ദ്വിജാ സർവാത്മൈകേനാഭി യഥാ നാദൃശ്യത്തെ ഹൃദയം ദദാം. നാദിപ്രസിദ്ധഹൃദയ സരസ്വത്യാസ്ഥലേ സുജോ വിതർക്കയൻ വിവിക്തസ്താം ഇതം പ്രോവാച ധർമ്മവിൽ. ധൃതവ്രതേന ഹിമയാ ഛന്ദാംസി ഗുരുവോഗ്നയ മാനിതാ നിർവിളീകേന ഗൃഹീതം ചാനുശാസനം. ഭാരതവ്യപദേശേന ഹ്യാംനായാർത്ഥച്ച ദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിവിരപ്യുതാം. അഥാവിപദമേ ദേഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭൂ അസമ്പന്ന ഇവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമാം. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാ പ്രിയ പരമഹംസാനാം താ ഏവ ഹ്യച്യുതപ്രിയ. തസ്യേവം ഖിലമാത്മാനം മന്യമാനസ്യ ഗിദ്ധ്യതാ കൃഷ്ണസ്യ നാരദോഭ്യാഗാത് ആശ്രമം പ്രാഗുദാഹൃതം. തമഭിജ്ഞായ സഹസാ പ്രത്യുദ്ധായാഗതം മുനി
പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. ഹരി ഓം ഇതി ശ്രീമദ്ഭാഗവതി മഹാപുരാണേ പാരഹംസ സംവിധായാം പ്രഥമസ്കന്ധേന വിശോഭാഖ്യാനേ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ചോദിക്കണു, ആ ശ്രീശബ്രഹ്മർഷിയിൽ നിന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം സ്വീകരിക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ടാണ്, അതായത് ശ്രീശബ്രഹ്മർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആ നൈമിഷാരണ്യത്തിൽ വെച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കഥകൾ മുഴുവൻ കേൾക്കാൻ സാധിച്ചു എന്ന് സൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്നാൽ ആ കഥ ഞങ്ങൾക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ, പരീക്ഷത്തിൻ്റെ ചരിത്രം ഒന്ന് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് ശൗനകാദി ശിഷ്യന്മാർ സൂതനോട് പറയുമ്പോഴാണ് ആ കഥ അവിടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ പോണത്. ഭാഗ്യശാലിയായ സുധ ആ ശ്രീശബ്രഹ്മർഷി ഉപദേശിച്ച ഭാഗവതത്തെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ഏത് യുഗത്തിൽ വെച്ച്, ഈ യുഗത്തിലാണത് പറഞ്ഞു കൊടുത്തത്? എവിടെ വെച്ചാണ് വ്യാസൻ പക്ഷേ ഭാഗവതം നിർമ്മിച്ചത്? ആ ഭാഗവതം നിർമ്മിക്കാനുള്ള കാരണം എന്താ? അത് നിർമ്മിക്കാൻ ആരാണ് പ്രചോദനം നൽകിയത്? ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ശൗനകാദി ശിഷ്യന്മാർ ചോദിക്കണം. പിന്നീട് അപ്രകാരമുള്ള ആ ശ്രീശബ്രഹ്മർഷിയെ പരീക്ഷത്തിന് കാണാനും അത് ശ്രീശബ്രഹ്മർഷിയാണ് എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹത്തെ പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. ഭ്രാന്തനെ പോലെ, ജഡനെ പോലെ, മൂകനെ പോലെ സഞ്ചരിക്കുകയാണ്. കാരണം വേഷവിധാനങ്ങളൊന്നും ഇല്ല. ഇവിടെ എൻ്റെ മുമ്പ് ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം വ്യാസമഹർഷിയും തൻ്റെ പുത്രനായ ശ്രീശബ്രഹ്മർഷിയും കൂടി നദീതീരത്തിലെത്തിയപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പരിഭ്രമിച്ചിട്ട് കരയിൽ കയറി അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു, എല്ലാം എടുത്തു തുടങ്ങി. അപ്പോൾ വ്യാസമഹർഷി ചോദിക്കുമോ, എൻ്റെ മകനായ ശുഗൻ നന്നേ ചെറുപ്പമാണ്, സുന്ദരനാണ്, വസ്ത്രം പോലും ധരിക്കാത്തവനാണ്. ആ ശുഗൻ കുറച്ച് മുമ്പ് ഇതിൽ കൂടെ നടന്നു പോയല്ലോ. അവനെ കണ്ടപ്പോൾ ആർക്കും ഒരു ലജ്ജ തോന്നിയില്ല. എന്നാൽ പ്രായം കൂടിയത് അത്ര തന്നെ സൗന്ദര്യമില്ലാത്തവനായ വസ്ത്രം ധരിച്ചവരെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലജ്ജിക്കുന്നത് എന്താ? അതിനെന്താണ് കാരണം? അപ്പം പറയണു, അങ്ങേക്ക് സ്ത്രീ പുരുഷ ഭേദം തോന്നുന്ന വിധത്തിലുള്ള മനസ്സ് വികസിച്ചിട്ടുണ്ടത്രേ. എന്നാൽ മകനോ ആ ജ്ഞാനം കൊണ്ട്, അതിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട്, ദൃഢനിഷ്ഠ കൊണ്ട് ഈ സ്ത്രീ പുരുഷ ഭേദം അതില്ലാണ്ടായിരിക്കുന്നത് ശ്രീശബ്രഹ്മർഷിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നാത്തത് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത്രയും ഒരു വിരൂപിയായിട്ടായിരിക്കുന്ന, വിരൂപി എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേക പ്രാകൃത വേഷങ്ങളൊന്നുമില്ല, ജടയും വസ്ത്രങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട് അങ്ങനെ നടക്കണു എന്ന് മാത്രം. പിന്നെ അങ്ങനെ ആ ശ്രീശബ്രഹ്മർഷിയെ
പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള ആ സംവാദം ഉണ്ടായത് എങ്ങനെയാണ്? ആ സംവാദമാണല്ലോ ഭാഗവതത്തിൽ പറയണത്, ഭാഗവതമായി തീർന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴും ചോദിക്കുന്നുണ്ട്, ശ്രീശബ്രഹ്മർഷി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവിടെ നിൽക്കാറുള്ളൂ, ബാക്കിയുള്ള സമയമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശ്രീശബ്രഹ്മർഷി 7 ദിവസം പരീക്ഷിത് മഹാരാജാവിൻ്റെ മുമ്പിലിരുന്നിട്ട് ആ ഭാഗവത പുരാണം ഉപദേശിക്കാനുള്ള കാരണം എന്താ? പരീക്ഷിത് മഹാരാജാവ് പരമഭക്തനാണ്, പാണ്ഡവംശത്തിൽ പിറന്നതാണ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വാത്സല്യവും നേടിയുള്ള ആ പാണ്ഡവരുടെ വംശത്തിൽ പിറന്നവനാണ് പരീക്ഷിത് മഹാരാജാവ്. അതുകൊണ്ട് പരമഭക്തനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ രാജാവ് തൻ്റെ എല്ലാമായിരിക്കുന്ന ഐശ്വര്യമായ രാജ്യത്തെ ഉപേക്ഷിച്ച് ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്യാനുണ്ടായി. അതിന് കാരണം എന്താ? പിന്നെ തൻ്റെ രാജ്യത്തെയും ഐശ്വര്യത്തിൽ ഇത്ര യൗവനപ്രായത്തിൽ തന്നെ ഉപേക്ഷിച്ചു. അതിനൊക്കെ കാരണം എന്താ? ഒരു രാജാവ് എന്ന് പറയുന്നത് ഭഗവത് ഭക്തന്മാരാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു. ഭഗവാന്റെ പ്രിയ ഭക്തനായി തീരണം രാജാവ്. ഇനി അവർക്ക് ആവശ്യമില്ലെങ്കിലും തൻ്റെ പ്രജകൾക്കും ലോകത്തിനും നന്മയ്ക്കായിക്കൊണ്ട് ദീർഘകാലം ജീവിച്ചിരിക്കണം. കാരണം ആ രാജ്യത്തിന് വേണ്ടി നല്ലത് മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇതേപോലുള്ള രാജാവായിരിക്കണം എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടാവണം. അപ്പം അവരുടെ സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ആ രാജാവ് ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതാണ്. അപ്രകാരം രാജാക്കന്മാരൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെ മറ്റുള്ളവർക്കും അത്യന്തം പ്രയോജനകരമായ ആ ശരീരത്തെ പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശത്തിലൂടെ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? ഞങ്ങൾക്ക് ഈ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി അങ്ങ് പറഞ്ഞു തരൂ എന്ന് ശൗനകാദീശീശ്വരന്മാർ സൂതനോട് ചോദിക്കും. സൂതൻ മറുപടി പറയാണ്, മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗത്തിലാണ് അത്ര യുഗത്തിൽ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ അംശസ്വരൂപേണ വ്യാസനായിട്ട് അവതരിച്ചു എന്ന് അവിടെ പറയണ്ടായി. ദ്വാപരയുഗത്തിലെ ദ്വാപരേ സമനുപ്രാപ്തി തൃതീയേ യുഗപര്യയെ ജാതപരാശരാത് യോഗി വാസവ്യാം കലയാഹരേ. മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗത്തിൽ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിക്കൊണ്ട് ഭഗവാൻ വ്യാസനായിട്ട് അവതരിച്ചു. അദ്ദേഹം മഹായോഗിയാണ്, ശ്രേഷ്ഠനാണ്, ഋഷിവര്യനായൊക്കെ തീർന്നു. അങ്ങനെ വളർന്ന ഒരു ദിവസം ആ സൂര്യോദയത്തിൻ്റെ സമയത്ത് രാവിലെ സന്ധ്യാവന്തനം കഴിഞ്ഞ് സരസ്വതി തീരത്തുള്ള തൻ്റെ ആശ്രമമായ ശമ്യാപ്രാസത്തിൽ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഇനി കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ യുഗം കഴിയും തോറും ധർമ്മം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങൾക്കും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ കുറഞ്ഞു വരും. ഭാവിയിലെ കലിയുഗത്തിലെ മനുഷ്യന്മാർക്ക് ജനങ്ങളൊക്കെ അല്പായുസുകളായി തീരും.
വർണ്ണാശ്രമധർമ്മങ്ങളിൽപ്പെട്ടവർക്കൊക്കെ ശ്രേയസ്സുണ്ടാവാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതെന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നൊക്കെ ചിന്തിച്ചുറപ്പിച്ച് ഇനിയുള്ള ജനങ്ങൾക്ക് മുഴുവനെ വേദം പഠിക്കാൻ സാധിക്കില്ല. അത് ഓർമ്മയിൽ നിൽക്കില്ല. അതിനുള്ള ബുദ്ധിയോ ക്ഷമയോ ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നായിരുന്ന വേദത്തെ 4ആയിട്ട് വിഭജിച്ചു കൊടുത്തു. ഋഗ്, യജു, സാമ, അഥർവം എന്നുള്ള 4 പേരുകളും കൊടുത്തു. പിന്നെ ആ വേദങ്ങളുടെ അർത്ഥത്തെ തന്നെ ഇതിഹാസ പുരാണങ്ങളും കൂടെ കുറേ കൂടി ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനെ ആ പഞ്ചമവേദം എന്നുള്ള പേരും കൊടുത്തു. ആ 4 വേദങ്ങളും തൻ്റെ 4 ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു. പയലന്, വൈശമ്പായൻ, ജൈമിനി, സുമന്തു, ഇങ്ങനെ 4 പേർക്ക് ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് തൻ്റെ സൂതൻ്റെ അച്ഛനായ മറ്റൊരു ശിഷ്യനാണ് രോമഹർഷൻ. ആ വേദങ്ങളിലൊക്കെ സാരമായ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പഠിച്ച് ആ തൻ്റെ ശിഷ്യന്മാർ ഈ ഉപനിഷത്തുക്കളെയും പുരാണങ്ങളെയും വേദങ്ങളെയൊക്കെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളിലൂടെ ലോകത്തിൽ മുഴുവനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്കും, അതായത് സ്ത്രീ ശൂദ്ര അവർക്കൊക്കെ ശ്രേയസ്സുണ്ടാവണമല്ലോ എന്ന് കരുതിയിട്ട് ആരൊക്കെയാണോ ദുഃഖിക്കുന്നത് അവരിൽ അപാര കാരുണ്യം ഉണ്ടാവും വ്യാസമഹർഷിക്ക്. അങ്ങനെയുള്ള ആ വ്യാസമഹർഷി മഹാഭാരതം എന്നുള്ള ഇതിഹാസവും കൂടി നിർമ്മിച്ചു. 17 പുരാണങ്ങൾ നിർമ്മിച്ചു, 4 വേദങ്ങളാക്കി തീർത്തു, ഉപനിഷത്തുകൾ ഉണ്ടാക്കി. ഇങ്ങനെ ആ മനുഷ്യജന്മത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി, ശ്രേയസ്സിന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നിട്ടും അദ്ദേഹത്തിനൊരു തൃപ്തിയായിട്ടുണ്ടായിരുന്നില്ല. ഒന്നിലും തൃപ്തിയായില്ല. എവിടേക്കോ മനസ്സിങ്ങനെ നീറിപ്പൊഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ഒരു ആശ്വാസം എത്രയൊക്കെ തോന്നിയിട്ട് എഴുതിയിട്ടും. ബ്രഹ്മചര്യവ്രതത്തൊക്കെ വേണ്ട പോലെ ദീക്ഷിച്ചിരുന്നു. വേദങ്ങളൊക്കെ പഠിച്ചു. ഗുരുനാഥന്മാരെയൊക്കെ നിഷ്കാമമായ ഭക്തിയോടുകൂടി ബഹുമാനിച്ചു. അവരെ ഭക്തിപൂർവ്വം ശുശ്രൂഷിച്ചു. വേണ്ട പോലെ അഗ്നിഹോത്രം, മറ്റുള്ള ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട പോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ലളിതമായിട്ട് പുരാണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഏകീഭവിക്കാതെ ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? എന്താ ഇത്രയൊക്കെ രചിച്ചിട്ടും എനിക്ക് പോലും തൃപ്തിയില്ലാതെ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു മനസ്സമാധാനം കിട്ടുക? എനിക്ക് തന്നെ മനസ്സമാധാനം കിട്ടുന്നില്ല, ഒരു സ്വസ്ഥ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ അവർക്കത് സ്വസ്ഥ ഉണ്ടാവുക എന്ന് ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുന്നു. ഈ ഭഗവാനും പ്രിയപ്പെട്ടതാണ് ഭാഗവത ധർമ്മങ്ങൾ. അവയെ വേണ്ട പോലെ പ്രതിപാദിക്കാത്തത് കൊണ്ടാണോ എനിക്കിതാ ഇതുപോലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അനുഭവപ്പെടുന്നത് എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വ്യാസമഹർഷിയുടെ ആശ്രമത്തിലേക്ക് നാരദമഹർഷി കയറി വരുന്നു. ആ നാരദമഹർഷിയെ കണ്ട ഉടനെ വ്യാസഭഗവാൻ എഴുന്നേറ്റ് സൽക്കരിച്ചു. ദേവന്മാർക്ക് പോലും ആരാധനായ ആ നാരദമഹർഷിയെ വിധി പോലെ പൂജിച്ചു എന്ന് പറഞ്ഞാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സമർപ്പിച്ച്. ഇനി 5-ാമത്തെ അധ്യായത്തിലാണ് നാരദമഹർഷിയും വ്യാസമഹർഷിയും തമ്മിലുള്ള ഒരു സംവാദങ്ങളൊക്കെയാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.